കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം 125 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആ വചനം ഇപ്രകാരമാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൺ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുഴഞ്ഞു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യുന്നു. എങ്ങനെയാണ്? തൻ്റെ ജനത്തെ, കർത്താവിൻ്റെ ജനത്തെ, കർത്താവിനെ അന്വേഷിക്കുന്നവൻ, അതായത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൺ പർവ്വതം പോലെയാണ്. നമുക്കിവിടെ മനസ്സിലാക്കാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 4 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു പ്രവാചകൻ്റെ ഭാര്യ വന്ന് എലീശായോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പം കുറേ സമ്പത്തൊക്കെ കടം വാങ്ങിച്ച് അതിനു വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ 2 കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. എലീശ ചോദിക്കും, നിൻ്റെ കൈവശം എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ ഭവനത്തിൽ ഒന്നുമില്ല. പക്ഷേ അവിടെ എണ്ണ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു. എങ്ങനെ എണ്ണ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ശരിക്കും ആ വചനമൊക്കെ എല്ലാവരും വായിച്ചു നോക്കണം, നല്ലതാണ്. നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ തരുന്നതാണത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വരുന്ന ദുരിതങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സംരക്ഷിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഇതൊന്നും ഇല്ലെന്നല്ല, രോഗമുണ്ട്, ദുരിതമുണ്ട്, എല്ലാ കാര്യങ്ങളും മനുഷ്യ ജീവിതങ്ങളിലുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. എങ്ങനെ? ഇതേപോലെ സംരക്ഷിക്കാൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദൂതന്മാരിലൂടെയാണ് എനിക്ക് വേണ്ടത് തരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, ആരാണ് ദൈവദൂതൻ? മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ തിരഞ്ഞെടുത്ത്, ദൈവത്തിൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് ആ ദൈവഗണം ദൈവ സ്വഭാവമാക്കി കൊടുത്തിട്ട് അവർ നന്മ ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യഗണവുമുണ്ട്, ദൈവഗണവുമുണ്ട്, ഭൂതഗണവുമുണ്ട്. ഈ ഭൂതഗണമായിട്ട് ജനിക്കുന്നവർ ഒരു നന്മയും ചെയ്യത്തില്ല. പിന്നെയോ നന്മ ചെയ്യുന്നവരെ തിരുത്തും, കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് തിരുത്തും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിലോ അവൻ എക്കാലവും മനുഷ്യഗണത്തെയും ദൈവത്തിൻ്റെ മക്കളെയും സ്നേഹിക്കുന്ന വ്യക്തിയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറയുന്നത് സാത്താനുണ്ട്, സാത്താനില്ലെന്നല്ല. യേശുവിനെ പോലും പരീക്ഷിച്ച സാത്താനുണ്ട് ഭൂമിയിൽ. ആ സാത്താൻ എങ്ങനെയാണ് വരുന്നത്? മനുഷ്യ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ഒരുങ്ങിയിരിക്കണം, ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. കിട്ടുന്ന സമയമെല്ലാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം നമ്മളെ വലയം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവും നമ്മളും എല്ലാവരുമായി ഗാഢമായ ബന്ധമുണ്ടാകണം. യേശുവിൻ്റെ കരങ്ങളിൽ നമ്മൾ പൂർണ്ണമായി പിടിക്കണം. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും മനുഷ്യരുടെ സ്നേഹത്തിൽ നിന്നും ഒക്കെ നമ്മളെ അകറ്റി മാറ്റുവാൻ പല അഡവും കാണിച്ച് പലരും വരും. പക്ഷെ അതിലൊന്നും വീണു പോകരുത്. ഹല്ലേലൂയ. അപ്പോഴെന്താ ചെയ്യേണ്ടുന്നത്? നമ്മുടെ സ്വർഗീയ പിതാവിനെ നമ്മൾ മുറുകെ പിടിക്കണം. നമുക്ക് നല്ലൊരു ദൈവമുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കുമായി അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൺ പർവ്വതം പോലെയാണ്. അങ്ങനെ നിൽക്കണം. ഹല്ലേലൂയ. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വർഗത്തിലെ പിതാവ് നമ്മെ കാത്തുപാലിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വിധവയെ സംരക്ഷിക്കുവാൻ കർത്താവിൻ്റെ ദൂതനെ അയച്ചപ്പോൾ ആ വിധവയുടെ ഭവനത്തിൽ എത്രയോ വർഷങ്ങൾ കൊണ്ട് അവർ ആ സുഖകരമായി ജീവിക്കാൻ ദൈവം അനുവദിച്ചു.
അതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളുടെ അടുത്തേക്ക് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് നമുക്ക് വേണ്ട നന്മ തരാൻ ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കാണുമ്പോൾ സാത്താൻ വാദിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര അസൂയ തോന്നും. പക്ഷേ അവിടെ ഒന്നും ഒരു വിഷയമല്ല. നമ്മളെ ഉയർത്തണമെന്ന് കർത്താവ് ആഗ്രഹിച്ചാൽ ഏത് വിധേനയെങ്കിലും കർത്താവ് നമ്മളെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന യേശുവേ. പിതാവേ ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങ് കൂട്ടാളിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.